നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി. കാർത്തികപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടെ താറാവ്, കോഴി എന്നിവയുടെ വിൽപ്പനയിൽ നിയന്ത്രണം. മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ വിപണനത്തിനാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചു. ചടയമംഗലം കളിക്കാടിനടുത്താണ് സംഭവം. വീടിന്റെ പ്രമാണവും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും രേഖകളും കത്തി നശിച്ചു. വന്ന് കണ്ടു എങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് പാർട്ടി റിപ്പോർട്ട് ചെയ്തില്ല? പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയ കാര്യം പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് EP തന്നെ സമ്മതിച്ചതാണ്. NDAയ്ക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വളർച്ചയുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടെ താറാവ്, കോഴി എന്നിവയുടെ വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ വിപണനത്തിനാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആലപ്പുഴയിലും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലും വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 28 ഇടങ്ങളിൽ താറാവ്, കോഴി എന്നിവയുടെ മുട്ട, ഇറച്ചി എന്നിവ വിൽക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അടുത്ത മാസം 8 വരെയാണ് താറാവുകളുടെയും കോഴികളുടെയും ഉപയോഗവും വിപണനവും കടത്തലും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ ഉറപ്പുവരുത്തണം. ഇതിനായി സ്ക്വാഡ് രൂപീകരിച്ച് കർശനമായ പരിശോധനകൾ നടത്തണമെന്നും കളക്ടറുടെ ഉത്തരവിലുണ്ട്. കുട്ടനാട്, അമ്പലപ്പുഴ തഹസിൽദാർമാർ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾ രൂപീകരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ കർശനമായ പരിശോധനയും മേൽനോട്ടവും നടത്താനാണ് നിർദ്ദേശം. കാർത്തികപ്പള്ളി താലൂക്കിലെ 8 ഇടങ്ങളിൽ ഉൾപ്പെടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൃക്കുന്നപ്പുഴ, കുമാരപുരം, ചെന്നിത്തല, കരുവാറ്റ, മാന്നാർ, കാർത്തികപ്പള്ളി, ഹരിപ്പാട്, പള്ളിപ്പാട് എന്നിവിടങ്ങളിലും നിയന്ത്രണങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. നൃത്തപരിശീലനത്തിനായി വീട്ടിൽ നിന്നിറങ്ങിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചു. കൊല്ലം മയ്യനാട് വലിയവിള മാടന്നട കൊച്ചുകൊന്നയിൽ വീട്ടിൽ ശിവരാജു, സന്ധ്യ ദമ്പതികളുടെ മകൾ ഷിഗയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. ഷിഗയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ നിന്ന് റോഡിലേക്ക് പോകുന്ന വഴിയോരത്ത് നിന്നാണ് ഷിഗയ്ക്ക് പാമ്പ് കടിയേറ്റത്. മഴയത്ത് മണ്ണൊലിച്ചു പോയതോടെ ഈ വഴിയിൽ കല്ലുകൾ തെളിഞ്ഞ നിലയിലാണ്. അതിനാൽ സന്ധ്യ കഴിഞ്ഞുള്ള യാത്ര ദുർഘടം പിടിച്ചതുമാണ്. തെരുവുവിളക്കുകൾ സന്ധ്യ കഴിഞ്ഞാൽ തെളിയാറില്ല. പലതവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു സന്ധ്യ മയക്കായി വരുന്നു. അപ്പം മോക്ക് ഡാൻസിന്റെ പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അവളും കൂടെ ഒത്തിറങ്ങിയത്. അപ്പോൾ ആള് മുമ്പേ അങ്ങ് പെട്ടെന്ന് ഇങ്ങോട്ട് നടന്നു കയറിയപ്പോൾ നമ്മൾ ആ മതിൽ പൊട്ടിയിരിക്കുന്ന കുറേ ഭാഗം വിണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇത് സാധനം നീണ്ടു കിടന്നേ വാല അതിനകത്തും തല ഇങ്ങനെയും. ഇയാൾ ഓടി കയറി ഒന്നങ്ങ് ചവിട്ടിയപ്പോൾ ഇത് തിരിഞ്ഞ് കടിച്ച് കാലിളക്കിയപ്പോഴത്തേക്ക് തിരിഞ്ഞ് ഞാൻ ബാഗിലേക്ക് എൻ്റെ അടുത്തോട്ട് തന്നെ വന്ന് താപ്പോട്ടം ഓടിപ്പോയി. ഞാൻ ഈ പോസ്റ്റിൽ എത്ര 2 ആഴ്ച കൊണ്ട് മെമ്പർ അടുത്ത് പറയുന്നത് ഒരു ലൈറ്റ് ഇടാൻ, അതുപോലും മെമ്പർ ഇട്ടില്ല. പിന്നെ പഞ്ചായത്ത് ഇതിന്റെ പരാതി കൊടുത്ത് അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല. എന്തായിരുന്നു അവസ്ഥ നോക്കി? ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. മോള് ICUലാ. ഞാൻ പെട്ടെന്ന് ഓടി വന്നേത്. ഞാൻ നിന്നതിലേക്ക് എടുത്തോണ്ട് പോയത്. ഇല്ല, മെമ്പറെ ഞാൻ അങ്ങോട്ട് വിളിച്ച് മെമ്പർ എന്നെ തിരിച്ച് വിളിച്ചിട്ടില്ല. ഞാൻ മെമ്പർക്ക് എന്നിട്ട് ഇത് വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഷിഹയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്. മതവിദ്വേഷത്തിനും മതസംഘർഷങ്ങൾക്കുമെതിരായ സ്നേഹത്തിന്റെ മഹാമന്ത്രമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആലുവ സർവമത സമ്മേളനമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം സംഘടിപ്പിച്ച ആലുവ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതസംഘർഷത്തിനും മതപരിവർത്തനവും ശക്തമായ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ആലുവ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. നിരവധി പേർ കൊല്ലപ്പെടുകയും നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്ത മലബാർ കലാപം ഗുരുദേവന്റെ മനസ്സിൽ വല്ലാത്ത വേദന സൃഷ്ടിച്ചു. ചാതുർവർണ്ണത്തിന്റെ കിരാത നിയമങ്ങൾ സഹിക്കാനാകാതെ ഒരു വിഭാഗം ഹിന്ദുമതം ഉപേക്ഷിച്ചുപോയി. മിഷനറി പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യാപകമായി മതപരിവർത്തനം നടന്നു. ഈ സാഹചര്യത്തിൽ ആലുവ സർവമത സമ്മേളനത്തിലൂടെ എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഒന്നാണെന്ന് ഗുരുദേവൻ ബോധ്യപ്പെടുത്തി. മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മതേതര മാനവികത കേരളത്തിൽ രൂപപ്പെട്ടതിന് പിന്നിലും ആലുവ സർവമത സമ്മേളനത്തിന് നിർണായക സ്ഥാനമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 2021 മലബാർ കലാപം എന്നറിയപ്പെടുന്ന മാർക്കുള്ള രേഖ മലബാർ ഏറനാട് താലൂക്കിൽ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടത്. മുസ്ലിം കലാപകാരികൾ ഹിന്ദുക്കൾക്ക് നേരെ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടു. 1000-ഓളം കൊന്നുതള്ളി. നമ്പൂതിരി ഇല്ലങ്ങളും കോവിലങ്ങളുമാണ് കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തി, വൈശാഖികമായി ബലാത്സംഗം ചെയ്തു. 10,000
നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി നൂറുകണക്കിന് വീടുകളും ക്ഷേത്രങ്ങളും തകർന്നു, വിഗ്രഹങ്ങളും നശിപ്പിച്ചു. കലാകാരികളെ ഭയന്ന സ്ത്രീകൾ കാടുകൾ അഭയം തേടി. ഇങ്ങനെ എല്ലാ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SN ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ G ജയദേവൻ, SNDP യോഗം കൗൺസിലർ P സുന്ദരൻ, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോഹൻ ശങ്കർ, A സോമരാജൻ, N രാജേന്ദ്രൻ, S രാധാകൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചു. ചടയമംഗലം കളിക്കാടിനടുത്താണ് സംഭവം. വീടിന്റെ പ്രമാണവും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഒട്ടേറെ രേഖകളും കത്തി നശിച്ചു. ആളപായമില്ല. കടയ്ക്കലിൽ നിന്നും ഫയർഫോഴ്സ് സംഘവും പോലീസും എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടം നടക്കുന്ന സമയം വീട്ടിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. വീട്ടമ്മയായ ശാന്ത തൊഴിലുറപ്പ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. മലപ്പുറത്ത് സ്കൂളിലെ അധ്യാപകനായ രാജീവും കുടുംബവും അമ്മ ശാന്തിയുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇടിമിന്നൽ സമയത്ത് ഇടി ചാഞ്ഞാണെന്നാണ് സംശയം. ഇടി ചാഞ്ഞാണ്. അപ്പോൾ നമ്മുടെ വീടിനകത്തുള്ള രേഖകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. വീട് മൊത്തം വാസയോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചു പോയിരിക്കുകയാണ്. വീട്ടിൽ ആൾക്കാരും ഇല്ലായിരുന്നു. അമ്മ തൊഴിലുറപ്പ് പോയിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ചേട്ടന്മാരുടെ മക്കളൊക്കെ അടുത്ത വീടുകളിൽ പോയിരുന്നു. ഭയങ്കര ഒരു ഇടിയുടെ വലിയ ശബ്ദം. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ എത്തിയ സമയത്ത് ഇവിടെ തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഫയർഫോഴ്സിനെ അറിയിച്ചു. കടകൽ ഫയർഫോഴ്സ് വന്നു. വാർഡ് മെമ്പർ അതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുള്ളവരെല്ലാം കൂടി അവർ വന്ന് വെള്ളം കോരി ഒഴിച്ച് തീ അണച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ എത്തുന്നത്. വാർഡ് മെമ്പർ സിന്ധുകുമാരി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കള്ളിക്കാട് വാർഡിലാണ് ഇന്ന് ഒരു 3-3:30 മണിയോടുകൂടി ഈ ഒരു ദാരുണ സംഭവം നടന്നത്. ഇടിചാഞ്ഞാണ് ഇത് തീപിടുത്തം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ മൊത്തം ഒരുപാട് നാശനഷ്ടങ്ങൾ. ഇവിടുത്തെ ഇവർക്കുള്ള ഇളയ മോന് സ്കൂളിലാണ് ജോലി. അവർക്കുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ്, കുഞ്ഞുങ്ങളെ സർട്ടിഫിക്കറ്റുകൾ, ഒരുപാട് രേഖകളെല്ലാം നശിച്ചു പോയി. അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ. ഭിത്തികളെല്ലാം പൊട്ടി. ഇനി ഇത് വീടിന് ഒന്നിനും താമസിക്കാനായിട്ട് ഈ വീട് ഉപയോഗമല്ല. എല്ലാവരും ഇത് അധികാരികൾ ഇതെടുത്ത് നല്ലതുപോലെ ഇത് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബമാണ്. അവരെ സഹായിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. എക്സ് സർവീസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന് ശിലയിട്ടു. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P സതീഷ് ചന്ദ്രന്റെ ഭാര്യ കനകമ്മ നൽകിയ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. CR മഹേഷ് MLA സ്ഥലത്തിന്റെ രേഖ കൈമാറി. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിലാണ് തറക്കല്ലിടിയിൽ കർമ്മം നടന്നത്. KSCSL സംസ്ഥാന ജനറൽ സെക്രട്ടറി P സതീഷ് ചന്ദ്രന്റെ സഹധർമ്മിണി കനകമ്മയുടെ ഉടമസ്ഥതയിലുള്ള 3 സെന്റ് സ്ഥലമാണ് കെട്ടിട നിർമ്മാണത്തിന് സൗജന്യമായി വിട്ടു നൽകിയത്. സ്ഥലത്തിന്റെ പ്രമാണം CR മഹേഷ് MLA കൈമാറി. എക്സ് സർവീസ് ലീഗിന്റെ മുഴുവൻ ഭാരവാഹികളും നേതാക്കന്മാരും കുടുംബാംഗങ്ങളും ഈ ഏറെ ഹൃദ്യമായ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും എക്സ് സർവീസ് ലീഗിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളതും ആ ശാഖകളെല്ലാം കൃത്യമായി കുടുംബ സംഘങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതും കരുനാഗപ്പള്ളിയാണ്. ഞാൻ ചെയർമാനും സ്ഥിരം ഈ സംഘടനകളുടെ പരിപാടിക്ക് സ്ഥിരം സാന്നിധ്യമാണ്. ഇവിടെ ഇതിൻ്റെ സംസ്ഥാന നേതാവ് തന്നെ ജനറൽ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ സാർ തന്നെ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ടൗണിനെ സംബന്ധിച്ച് ഓരോ ഇഞ്ചിനും ലക്ഷങ്ങൾ, ഒരു പരിധിവരെ കോടികൾ വില മതിക്കുന്ന പ്രദേശമാണ് കരുനാഗപ്പള്ളി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമി ദാനമായി സൗജന്യമായി ഈ സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ മാതൃക കാണിച്ചിരിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കും. MS കമലാദേവി, KSCSL സംസ്ഥാന ജനറൽ സെക്രട്ടറി P സതീഷ് ചന്ദ്രൻ, നഗരസഭാംഗങ്ങളായ മോഹൻദാസ്, പ്രസന്നകുമാരി, സെക്രട്ടറി ജനാർദ്ദനൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. BJP നേതാവ് പ്രകാശ് ജാവേദ്കറുമായി LDF കൺവീനർ EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയ കാര്യം EP പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് EP തന്നെ സമ്മതിച്ചതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. NDAക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വളർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവാണ് EP ജയരാജൻ. അങ്ങനെയൊരാൾ ഒരു കാരണവശാലും പോകാൻ പാടില്ലായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സുരേഷ് ഗോപി തോൽക്കുമെന്ന് സുരേഷ് ഗോപിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായതാണ്. അതിന്റെ പേരിൽ തന്നെ ക്രൂശിക്കേണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ വളർച്ച NDAക്ക് ഉണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി തോക്കുമെന്നല്ല പറഞ്ഞത്. എല്ലാ ഈഴവരും വോട്ട് ചെയ്താൽ തുഷാർ വെള്ളാപ്പള്ളി ജയിക്കും.
എന്നാൽ എല്ലാ ഈഴവരും വോട്ട് ചെയ്യില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ തെറ്റില്ല, അതിനെ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. മുകേഷ് ഈഴവനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ല, ഈഴവനാണെന്നുകൂടി തോന്നേണ്ടേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. കാരണം ആ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശരിയുണ്ടെന്ന് EP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ EP ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വലിയൊരു നേതാവ് BJPയുടെ വലിയൊരു നേതാവായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാൻ. അഥവാ അല്ല റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കണ്ടതിന് ശേഷം പാർട്ടി റിപ്പോർട്ട് ചെയ്യണം. ഇത് രണ്ടും ചെയ്തിട്ടില്ല എങ്കിൽ EP ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ശോഭാ സുരേന്ദ്രനല്ല, നിങ്ങളായാലും ഞാനായാലും പറഞ്ഞാൽ ശരിയാണെങ്കിൽ അതിനോട് അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ ഇന്നവർ പറഞ്ഞു എന്നുള്ളതല്ല. ഈ തെറ്റ് ചെയ്തവനേക്കാൾ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞവനെ കുറ്റക്കാരനാക്കി പറയരുത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ കുറിച്ചിക്കരുത്. അദ്ദേഹം ഒരിക്കലും പോകാൻ പാടില്ല. അഥവാ വന്ന് കണ്ടു എന്നും പറഞ്ഞാൽ അങ്ങനെ വന്ന് കണ്ടു എങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് പാർട്ടി റിപ്പോർട്ട് ചെയ്തില്ല? അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിവാദങ്ങൾ ഉണ്ടായി എങ്കിൽ അതെല്ലാം അവരുടേതായ അവരുടേതായ കുളം അവർ തന്നെ അതിനൊരു പരിഹാരം കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. NDA അക്കൗണ്ട് കൊടുക്കാനാണല്ലോ അവരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്തത്. നിങ്ങളുടെ ഇവിടെയും വർക്ക് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും NDAയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്ന് വലിയൊരു ചലനങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മനസ്സിലാക്കണം, ആരെൻ്റെ കുറ്റം പറഞ്ഞ തിരക്കുകളിൽ ഞാൻ ആരുടെയും വക്താവല്ല. NDAക്ക് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അത്ഭുതകരമായ ഒരു വളർച്ച, വോട്ടിംഗ് പെർസെൻറ്റേജിലുള്ള വർധനവ് കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ഞാൻ പറഞ്ഞതിൻ്റെ ചില ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് എന്നെ കൊല്ലരുത്. ചിലർ പറയും ഞാൻ പറഞ്ഞു തുഷാർ. ആലപ്പുഴയിൽ കടുത്ത മത്സരമാണ് നടന്നത്. KC വേണുഗോപാൽ വന്നതാണ് അതിന് കാരണം. ശോഭാ സുരേന്ദ്രനും നല്ല മത്സരമാണ് കാഴ്ചവെച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നാടകമായി അരങ്ങിലെത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സാഹിതിയുടെ ബാനറിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. താമരക്കുളം വാഴവില ഓഡിറ്റോറിയത്തിലാണ് റിഹേഴ്സൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാജേഷ് ഇരുളമാണ് നാടകം അണിയിച്ചൊരുക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന പ്രസിദ്ധമായ കൃതിയാണ് നാടകമായി അരങ്ങിലെത്തിയത്. KPCCയുടെ നേതൃത്വത്തിലുള്ള സാഹിതിയുടെ ബാനറിലാണ് നാടകം അരങ്ങിൽ എത്തിച്ചിട്ടുള്ളത്. പെൺമക്കളെ കൊല്ലുക എന്ന ആശയം ഉന്നയിച്ചപ്പോൾ പുണ്യാത്മാക്കളായ അനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും എന്തു പറഞ്ഞു? തെറ്റാണെന്നൊന്നും പറഞ്ഞില്ല. മെയ് 1-നാണ് നാടകത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നതെങ്കിലും അതിനു മുന്നു തന്നെ 4 വേദികളിൽ നാടകം അവതരിപ്പിച്ചു. മുച്ചീട്ടുകളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കറിന്റെ മകൾ സൈനവിയുടെയും പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയുടെയും പ്രണയം നാടകമായി അരങ്ങിലെത്തിയപ്പോൾ നാടകപ്രേമികൾക്കും പ്രതീക്ഷ ഏറെയാണ്. കരുനാഗപ്പള്ളി MLA CR മഹേഷിന്റെ നിർമ്മാണ നിർവഹണത്തിലാണ് നാടകം അരങ്ങിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ മനുഷ്യരായി പരിഗണിക്കാത്ത മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട്. അംഗപരിമിതരായിട്ടുള്ളവർ, സ്വഭാവത്തിൽ നമ്മൾ കുറ്റം കാണുന്നവർ, അങ്ങനെയുള്ളവരുടെ കഥ പറഞ്ഞ് ഏറെ ശ്രദ്ധേയനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാലമത്ര കഴിഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്ത മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന ഒരു ചെറിയ എഴുത്ത്, ഒരു ചെറിയ കഥ നാടക രൂപത്തിലാക്കിയിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരൻ ഹേമന്ത് കുമാർ എഴുതി, ഏറ്റവും മികച്ച സംവിധായകൻ രാജേഷ് ഇരളം സംവിധാനം ചെയ്ത് വളരെ മനോഹരമായ 2 മണിക്കൂർ 20 മിനിറ്റുള്ള ഒരു നാടകം മലയാള നാടക പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാൻ സാഹിതി തിയേറ്റേഴ്സ് തിരുവനന്തപുരത്തിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമായി കാണുകയാണ്. ചെറിയ കഥയെ 2 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള നാടകമാക്കി മാറ്റിയത് ഹേമന്ത് കുമാറാണ്. കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിൽ സാഹിതിയെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാഹിതിയുടെ നേതൃത്വത്തിൽ നാടകം അരങ്ങിലെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അവധിക്കാല സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി വർണ്ണം സ്കൂൾ ഓഫ് ആർട്സ് ആണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 5 ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിലാണ് അവധിക്കാല സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചത്. 5 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് വർണ്ണം സ്കൂൾ ഓഫ് ആർട്സിലാണ് നടത്തിയത്. പെൻസിൽ ഡ്രോയിങ്, കളറിംഗ്, പ്രസംഗ പരിശീലനം, വ്യക്തിത്വ വികസനം, നേതൃത്വ പരിശീലനം, പാട്ട്, നാടൻ കളികൾ, കലാപരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടത്തി. വർണ്ണം സ്കൂൾ ഓഫ് ആർട്സ് സെക്രട്ടറി നീലികുളം സിബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ നമ്മുടെ ഈ ഗ്രാമത്തിൽ, കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശിക്ഷണം ലഭിച്ചതിൽ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക്, ഭാവിയിൽ ഉയർന്നു വരേണ്ട കലാകാരന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ വളരെ അധികം ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥികളാണ്. സാജൻ വൈശാഖം അധ്യക്ഷത വഹിച്ചു. PG ശ്രീകുമാർ, ബാബു, പ്രസന്ന, A രാജേഷ്, മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. അനീവർണം, ഗിന്നസ് വിനോദ്, KN പുഷ്പാങ്കദൻ, സുമി അനി, മിത്രവിന്ദ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി. കാർത്തികപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടെ താറാവ്, കോഴി എന്നിവയുടെ വിൽപ്പനയിൽ നിയന്ത്രണം. മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ വിപണനത്തിനാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇടിമിന്നലിൽ വീട് കത്തി നശിച്ചു. ചടയമംഗലം കളിക്കാടിനടുത്താണ് സംഭവം. വീടിന്റെ പ്രമാണവും സ്കൂൾ സർട്ടിഫിക്കറ്റുകളും രേഖകളും കത്തി നശിച്ചു. വന്ന് കണ്ടു എങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് പാർട്ടി റിപ്പോർട്ട് ചെയ്തില്ല? പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയ കാര്യം പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് EP തന്നെ സമ്മതിച്ചതാണ്. NDAയ്ക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ വളർച്ചയുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.